എല്ലാവർക്കും MTM പ്രോയിലേക്ക് സ്വാഗതം. നമ്മുടെ പണ്ടത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു ഹെൽമെറ്റ് ഒരു മിനി പവർ ബാങ്ക് ആക്കി ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സിമിലർ പ്രോജക്റ്റാണ് നമ്മൾ ഇപ്പോഴും ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഹെൽമെറ്റിൽ ഒരു സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകാം. യെസ്, ഒരു ശരിക്കുള്ള സ്പീക്കർ നമ്മൾ കുറച്ച് ഹാക്ക് ചെയ്തിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ ഞാൻ അധികമൊന്നും സംസാരിക്കില്ല, നേരെ നമുക്ക് മേക്കിംഗ് വീഡിയോയിൽ പോയല്ലോ. നമ്മുടെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്. അതെന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ഹെൽമെറ്റ് വേണം. ഞാനിവിടെ ഒരു ഫോൾഡബിൾ ഹെൽമെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു കമ്പ്യൂട്ടർ സ്പീക്കേഴ്സാണ്. ഈ കമ്പ്യൂട്ടർ സ്പീക്കേഴ്സിൻ്റെ കൺട്രോൾ ബോർഡ് മാത്രമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പീക്കേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ സ്പീക്കേഴ്സ് എല്ലാം കുറച്ച് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽമെറ്റിൽ പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഹെഡ്സെറ്റാണ്. ഞങ്ങളുടെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ സ്പീക്കേഴ്സ് എല്ലാം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്പീക്കേഴ്സ് എല്ലാം പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് മൊഡ്യൂളാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പവർ ബാങ്കിൻ്റെ ഒരു ചാർജിങ് മൊഡ്യൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരൊറ്റ സെല്ലുള്ള ഒരു പവർ ബാങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പീക്കേഴ്സ് എല്ലാം പവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു സെൽ ബാറ്ററി, അതുപോലെ തന്നെ ഒരു ഓഡിയോ ജാക്ക്, നമ്മുടെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ജാക്ക്, പിന്നെ ഒരു ഓക്സ് കേബിൾ. ഇനി നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വലിയ സ്പീക്കേഴ്സ് ഒന്നും ആവശ്യമില്ല, നമ്മൾ ചെറിയ സ്പീക്കേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഗായ്സ്, ഈ കാണുന്നതാണ് നമ്മുടെ സ്പീക്കർ മൊഡ്യൂൾ. സോ ഇതിൽ ബേസിക്കലി 4 കണക്ഷൻസാണ് വരുന്നത്. ഒരു പവർ കണക്ഷൻ വരുന്നുണ്ട്, സ്പീക്കർ 1, സ്പീക്കർ 2 കണക്ഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഓക്സ് കേബിൾ കണക്ഷൻസ് വരുന്നുണ്ട്. സോ ഫസ്റ്റ്ലി നമുക്ക് നമ്മുടെ സ്പീക്കേഴ്സ് രണ്ടും തന്നെ നമുക്ക് സോൾഡർ ചെയ്തിട്ട് കണക്ട് ചെയ്ത് വെക്കാം. സ്പീക്കേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ശ്രദ്ധിക്കാൻ മറക്കരുത്. സ്പീക്കേഴ്സിൽ തന്നെ മാർക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് വയർ എപ്പോഴും പോസിറ്റീവും അതുപോലെ തന്നെ ബ്ലാക്ക് വയർ നെഗറ്റീവുമായിരിക്കും. അടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓഡിയോ ജാക്കാണ്. നമ്മുടെ ഓഡിയോ ജാക്കിൽ മെയിനായിട്ട് 3 കണക്ഷൻസാണ് വരുന്നത്. ഒരു ബ്ലാക്ക് വയർ, ഒരു വൈറ്റ് വയർ, ഒരു റെഡ് വയർ. ഈ കണക്ഷൻ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ചെക്ക് ചെയ്താൽ മാത്രം മതി. സോ ഗായ്സ്, നമ്മുടെ കണക്ഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ പവർ കണക്ഷൻ കൂടെ സെറ്റ് ചെയ്യാം. നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ ഉണ്ട്. ഈ 2 കണക്ഷൻ ഞാനിപ്പോൾ 2 വയർ ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും വീണ്ടും സോൾഡർ ചെയ്തിരിക്കണം. ഇതിൽ ഞാൻ 2 വയർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വിട്ടിട്ടുണ്ട്. ഈ 2 ഫ്രീ വയേഴ്സാണ് നമ്മുടെ സ്പീക്കർ മൊഡ്യൂളിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കണക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് മൊഡ്യൂളും ഒരു ഹീറ്റ് ഷ്രിങ്ക് യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഗൈസ്, നമ്മുടെ പവർ കണക്ഷൻസ് എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾ വിട്ട 2 വയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പീക്കറും നമുക്ക് പവർ ചെയ്യാം. സോ ഗായ്സ്, നമ്മുടെ കണക്ഷൻസ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അസംബ്ലിങ് മാത്രമാണോ ബാക്കിയുള്ളത്. സോ ഹെൽമെറ്റിൻ്റെ ഫോൾഡബിൾ പാർട്ട് റിമൂവ് ചെയ്തിട്ട് ഈ പാർട്ടിലാണ് ഞാൻ എല്ലാ കമ്പോണൻസും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ചെറിയൊരു കവറിങ് വരുന്നുണ്ട്. ഈ കവറിങ് നമുക്ക് റിമൂവ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കൺട്രോൾ ബോർഡാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ കമ്പോണൻസും തന്നെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
ഓഡിയോ ജാക്ക് വെക്കുന്നത് വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാതും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഒന്നുകൂടെ എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതെല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ ബാറ്ററിയാണ്. വയർസ് എല്ലാം പുറത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഗായ്സ്, നമ്മുടെ വർക്കെല്ലാം ഇപ്പോൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഹെൽമെറ്റ് ഒന്നുകൂടെ റീഫിറ്റ് ചെയ്യുക, എന്നിട്ട് വർക്ക് ചെയ്ത് നോക്കാം. സോ ഗായ്സ്, നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റായിട്ട് നമ്മളൊരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുശേഷം നമ്മൾ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിടാം. സോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ.